ഹലോ. അപ്പോൾ ഇന്ന് നമ്മളുടെ സൺഡേ ഡേ ഔട്ട് അല്ലെങ്കിൽ ഒരു കുഞ്ഞ് സൺഡേ ഇപ്പം നമ്മളുടെ പരിപാടികൾ എന്താണെന്നുള്ളത് ഒരു കുട്ടി വ്ളോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്കിന്ന് ഒരുപാട് പ്ലാനിങ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ രാവിലെ തന്നെ 7:45 പോളിയോ ദിനം പ്രകാരം നമ്മളൊരു പോളിയോ കൊടുക്കാൻ വേണ്ടിയിട്ട് പോയി അതിന് മോൾക്ക്. അപ്പോൾ പോളിയോ ആണ്. അപ്പോൾ നേരത്തെ രാവിലെ ഒരു 7:45 എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ ഒരു കുഞ്ഞു ഉദ്ഘാടനം പോലെ 2-3 കുട്ടികൾക്ക് കൊടുക്കാനായിട്ട്. അപ്പം നമ്മൾ അങ്ങനെ ചെന്നിട്ടുണ്ടായിരുന്നു. 4-5 കുട്ടികളുണ്ടായിരുന്നു. അതിന് മോൾ കരഞ്ഞു പൊളിച്ച് ഉദ്ഘാടനം തകർത്ത് തിമിർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളെവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ, കരച്ചിൽ. അപ്പോൾ അത് പോളിയോ ഒക്കെ നമ്മൾ കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉച്ചക്കലത്തെ പ്ലാനിങ് ആണ്. പിന്നെ നമുക്ക് പുറത്ത് പോകുന്നത് അനുശ്രീ ചേച്ചിനെ കാണാൻ വേണ്ടിയിട്ട് പോകണമായിരുന്നു. ചേച്ചിക്ക് ഡെലിവറി എടുത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് പോവാൻ പറ്റണേ ഉണ്ടായിരുന്നില്ല ചേച്ചിയുടെ അടുത്തേക്ക്. അതിൻ്റെ ഭയങ്കരമായിട്ട് മെൻ്റലി വിഷമം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് ഇറങ്ങിയത്. ഞാനും മൈനുമോളും ചേട്ടനും അച്ഛനും കൂടെയാണ് ഇറങ്ങിയത്. അപ്പം അച്ഛന് അവിടെ അടുത്തൊരു ഹോസ്പിറ്റലിൽ അച്ഛൻ്റെ മെഡിസിൻസ് വാങ്ങാൻ പോകണമായിരുന്നു. അപ്പം നമ്മൾ ഒരുമിച്ച് ഇറങ്ങിയ നിലയ്ക്ക് എന്തായാലും അച്ഛൻ അവിടെ പിക്ക് ചെയ്ത് അവിടെ വിട്ടു. പിന്നെ ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ 3 പേരും കൂടി മാത്രമായി അങ്ങനെ പോയി. അച്ഛൻ പോയപ്പോൾ ഞങ്ങൾ ബാക്കിലോട്ട് മാറി. കാരണം കുറച്ചും കൂടിയും സുഖം ആൾ ഉറങ്ങുകയാണെന്നുണ്ടെങ്കിലൊക്കെ കിടത്താനും ഞങ്ങൾക്ക് 2 പേർക്കും സുഖമായിട്ടിരിക്കാൻ അതാണ് നല്ലത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ബാക്കിലേക്ക് വിട്ടോളാൻ പറഞ്ഞു ചേട്ടൻ. ഞങ്ങൾ ബാക്കിൽ കയറിയിരുന്ന് പോയി. അവിടം വരെ ഒരു ഒറ്റ ഇരിപ്പിന് പോക്ക് ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ. കളമശ്ശേരി ഹോസ്പിറ്റലിലായിരുന്നു. കാരണം നമുക്ക് അവിടെ നിന്ന് ഇത്തിരി ദൂരമുണ്ട്, പക്ഷേ പോകണമല്ലോ. അപ്പം അങ്ങനെ നമ്മൾ പോയി ചേച്ചിനെ കാണാൻ വേണ്ടിയിട്ട്. ഇടയിൽ ഭക്ഷണമൊക്കെ കഴിച്ചു. അവിടെ കുറേ വിക്രാസൊക്കെ കാണിക്കലുണ്ടായിരുന്നു ഫുഡ് കൊടുക്കുന്ന ആൾക്കാരൊക്കെ എടുത്ത്. അത് കഴിഞ്ഞ് ചേച്ചിയുടെ അടുത്ത് പോയി ചേച്ചിനെ കണ്ടു. അപ്പോൾ ചേച്ചിക്ക് എന്താ പറയുക, സത്യം പറഞ്ഞാൽ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഭയങ്കര എന്താ പറയുക വാർഡും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യാനൊക്കെ പറ്റിയിട്ട് വേറെ വേറെ എന്താ പറയുക ഗർഭിണികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചേച്ചിനെ കണ്ടു. ഞങ്ങൾ തിരിച്ചു പോരാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്കും കോള് വന്നു കേട്ടോ. ചേച്ചിക്ക് ചെറിയതായിട്ട് പെയിനൊക്കെ വന്നു തുടങ്ങി, ലേബർ റൂമിലേക്ക് കയറ്റുകയാണെന്നുള്ളത്. നമ്മൾ അവിടെ നിൽക്കുമ്പോൾ അറിഞ്ഞിരുന്നില്ല ഇന്ന് തന്നെ വാവ വരാനുള്ള പരിപാടിയൊക്കെ സ്റ്റാർട്ടാവും. നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ചേച്ചിനെ കാണാൻ പോരാ, അങ്ങനെയായിരുന്നു. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാനൊക്കെ കയറി. ഞാനും ചേട്ടനും അനീഷേട്ടനൊക്കെ ആയിട്ട് ചായ കുടിക്കാൻ കയറി. ചായ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് വാവനെയും കൊണ്ട് ഇതുവരെ വല്ലാർപാടം പള്ളിയിൽ പോയിട്ടുണ്ടായില്ല. ഞാനും ചേട്ടനും ഇടയ്ക്കിടയ്ക്ക് പോകാറുള്ളതാണ്. അങ്ങനെ വല്ലാർപാടം പള്ളിയിലേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ അമ്മ പണ്ട് ഞാൻ ചെറുതായിരിക്കുമ്പോൾ അടിമിരുത്താനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരൊക്കെയോ പറഞ്ഞിട്ട്. എന്നിട്ട് എന്നെ അടിമിരുത്താൻ കൊണ്ടുപോയത് എനിക്ക് 19 വയസ്സുള്ളപ്പോഴാണ് കേട്ടോ എന്നെ അടിമിരുത്തിയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പം ഞങ്ങൾ അങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാൽ പോലും ചേട്ടൻ പറഞ്ഞ് നമുക്ക് അടിമിരുത്തിയാലോ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി. ഞങ്ങൾ 3 പേരും ചെയ്തു. പള്ളിയൊക്കെ കണ്ടു, നന്നായി പ്രാർത്ഥിച്ചു. അപ്പോൾ അവിടെ എന്തോ ചെറിയ പെരുന്നാളും പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടു, പ്രാർത്ഥിച്ചു. ഒരമ്മമ്മ മെഴുകുതിരിയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരനെ ഹെൽപ്പ് ചെയ്യാന്നുള്ളൊരു രീതിയിൽ വാങ്ങി വേറെ എക്സ്ട്രാ പോയി അതും കത്തിച്ചു. അപ്പം അതൊക്കെ കഴിഞ്ഞു. അയിനൂന് ഈ തീ കത്തണ കണ്ടാലും വെള്ളം പൈപ്പിൽ നിന്ന് വരുന്ന കണ്ടാലൊക്കെ ഭയങ്കര ഒരു രസമാണ് കേട്ടോ. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് പുള്ളിക്ക്. പാടില്ലാത്തതൊക്കെ അവൾക്ക് ഇഷ്ടമുള്ളൂ. പിന്നെ ആൾക്ക് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അയിനൂന് കുറച്ച് കളിപ്പാട്ടങ്ങളും സാധനങ്ങളൊക്കെ വാങ്ങാൻ കയറി. ക്ലിപ്പും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്കും നല്ല രാത്രി സമയമായിട്ടുണ്ടായിരുന്നു. വന്ന് ഡ്രസ്സൊക്കെ മാറി സാധാരണ ഒരു നൈറ്റിയൊക്കെ ഇട്ടപ്പോൾ ഹാപ്പിയായി. ഇതൊരു നമ്മൾ ഷേപ്പ് വെയർ പോലെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ. അപ്പം ഞാനിത് ഇട്ടിട്ട് ഇപ്പോൾ നടക്കുന്നത്, നമുക്ക് എൻ്റെ വയർ ഒട്ടും പോയിട്ടില്ല. അപ്പോൾ സാധാരണ ഡ്രസ്സ് നമ്മളിങ്ങനെ നടക്കുമ്പോൾ വയർ നല്ലോണം ഉണ്ട്. ഈ സംഭവം ഇട്ടിട്ട് നടക്കുമ്പോൾ വയർ നല്ല പോലെ കുറവ് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കും എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും പ്ലാൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ വന്ന് അതിനു മേലൊക്കെ കുളിപ്പിച്ചു, ഭക്ഷണമൊക്കെ കൊടുത്തു, ഡ്രസ്സൊക്കെ മാറ്റി, മരുന്നൊക്കെ കഴിച്ചു. നമ്മുടെ അന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. സൺഡേ ഫൺ ഡേ ആയിരുന്നു കേട്ടോ.